സംസ്ഥാനത്ത് സൊമാറ്റോ തൊഴിലാളികൾ സമരത്തിൽ വേതന വർധനവ് ആവശ്യപ്പെട്ട് 9 ജില്ലകളിൽ സമരം നടക്കുന്നുണ്ട്. പ്രശാന്ത് തൊട്ടുങ്കൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത് തൊട്ടുങ്കൽ, എന്താണ് സമരത്തിൻ്റെ കാരണം? നികേഷ്, രാവിലെ 6 മുതൽ രാത്രി 12 വരെയാണ് ഇവരുടെ സമരം. സൊമാറ്റോ ആപ്പ് ഓഫാക്കി വെച്ചുകൊണ്ടാണ് തൊഴിലാളികൾ ഈ സമരത്തിന്റെ ഭാഗമാകുന്നത്. വേതന വർധനവ് പ്രധാനമായിട്ട് ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഇവർ മണിക്കൂറുകളോളം പണിയെടുക്കേണ്ടി വരുമ്പോൾ ഇവർക്ക് ഭക്ഷണത്തിന്റെ ഇടവേളകൾക്ക് സമയം അനുവദിക്കണമെന്നുള്ള തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. എന്താണ് നിങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്? പ്രധാനമായ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഓഡ് റേണിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന പൈസകളെല്ലാം ഇപ്പോൾ ഇവർ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പൈസകൾ അന്വേഷണം കിട്ടിക്കൊണ്ടിരുന്നത് തന്നെയാണ്. അത്യാവശ്യം ഒരു 1000 രൂപയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വന്ന് ഒരു 3 മുതൽ 6 മാസം മുതൽ ഇവർ എല്ലാം കുറച്ച് മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 10 നിബന്ധനകൾ കമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 23-ാം തീയതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഓഫ് ചെയ്ത്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് വരുന്ന ഒരു കാര്യം, നിങ്ങളുടെ വേതനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 1 കിലോമീറ്ററിന് എത്ര രൂപ വെച്ചാണ് ഇവർ പ്രധാനമായിട്ട് തരുന്നത്? 1 കിലോമീറ്ററിന് ഇവർ പറയുന്ന 6 രൂപ 80 പൈസ എന്നൊക്കെയാണ് പറയണത്. പക്ഷേ തരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ പോവുകയാണെങ്കിൽ 25 രൂപ ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ ആ 3 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരണ്ടേ? തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ കിലോമീറ്ററിന് ഇവർ പറയുന്നേക്കാൾ നേർ പകുതി പൈസയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ പറയുന്നത് ഞങ്ങൾ 6 രൂപ തരുന്നുണ്ട്, 8 രൂപ തരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുഡ് എടുത്ത് ഞങ്ങൾ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോവുകയാണെങ്കിൽ അവിടെ ഹോട്ടൽസ് കാണത്തില്ല. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ഇവർ പറയുന്ന 8 രൂപയാണെങ്കിൽ ആ 8 രൂപയ്ക്ക് 80 രൂപ കിട്ടും. അപ്പോൾ 10 കിലോമീറ്ററിന് 80 രൂപ കിട്ടി. പക്ഷേ തിരിച്ചു വരുമ്പോൾ 20 കിലോമീറ്റർ ആയി. അപ്പോൾ 20 കിലോമീറ്റർ നമ്മൾ കസ്റ്റമറിൽ നിന്നും പല ഘട്ടങ്ങളിലായി ഈടാക്കുന്ന തുകകളുണ്ട്. ഇപ്പോൾ ഡെലിവറി ചാർജ് ആയിട്ടും മറ്റു ചാർജുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് സാധാരണ കസ്റ്റമർ ചിന്തിക്കുക. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇവരുടെ ഈ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറയുന്നത് 2 രൂപയാണ്. ഒരു ദിവസം തന്നെ 2 രൂപ പ്ലാറ്റ്ഫോം ഫീ വെച്ചിട്ടുണ്ട്. ഡെലിവറി ചാർജ് മിനിമം 19 രൂപ മുതൽ വെക്കുന്നുണ്ട്. അത് കിലോമീറ്റർ അനുസരിച്ച് ഇവർ കൂട്ടുന്നുണ്ട് ഡെലിവറി ചാർജസ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 300 പാർട്ട്നേഴ്സ് ഓടുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം 300 പാർട്ട്നേഴ്സ് ഓടുന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ദിവസം ഒരു മിനിമം 3000 മുതൽ 5000 ഓർഡേഴ്സ് ഈ കോട്ടയം സോണിൽ മാത്രമുണ്ട്. ഈ ഏറ്റുമാനൂർ വേറെ ഇങ്ങനെ ഉണ്ട്, സോണുകൾ വേറെ കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ട് പോലും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു പകുതി പൈസയല്ല, അതിലൊരു 20% പൈസ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ് സത്യം. അതായത് ഇപ്പോൾ ഈ സമരം ഇപ്പോൾ നിലവിൽ 9 ജില്ലകളിലുണ്ട്. ഇനി തിങ്കളാഴ്ച സമരം വ്യാപിക്കാൻ പോകുന്നുണ്ട്. ഏതൊക്കെ ജില്ലകളാണ് സമരത്തിൽ? തിങ്കളാഴ്ച വ്യാപിക്കാൻ പോകുന്ന ജില്ലകൾ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ, കൊല്ലം, പാലക്കാട് ജില്ലകളാണ് വ്യാപിക്കാൻ പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും 10 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ സമരം സംസ്ഥാന വ്യാപകമായി തന്നെ വീണ്ടും വരുന്നു. ഒപ്പം ആലപ്പുഴയിലും കൊല്ലത്തും പാലക്കാടും എല്ലാം തന്നെ തൊഴിലാളികൾ അടുത്ത തിങ്കളാഴ്ച തന്നെ സമരത്തിലേക്ക് പോകും. എന്തായാലും ലേബർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ജില്ലാതലങ്ങളിൽ നടന്നിരുന്നു. ഈ ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൂചനാ പണിമുടക്കുമായി തൊഴിലാളികൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. സമരം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനം. മാത്രമല്ല, സ്ഥിരമായി ഈ മേഖലയിൽ നിൽക്കുന്ന നിരവധി തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ജീവിത പ്രശ്നം തന്നെയാണിത്. മറ്റ് ചിലർ പാർട്ട് ടൈമായി ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ സ്ഥിരമായി നിൽക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് മണിക്കൂറുകൾ 10-18 മണിക്കൂറുകൾ പണിയെടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഭക്ഷണത്തിനായി ഇടവേളകൾ ലഭിക്കുന്നില്ല എന്നുള്ള വലിയൊരു മാനുഷികമായിട്ടുള്ള ഒരു പരാതി കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമരവുമായി ഇവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നികേഷ്.